Welcome all. Today's topic is mesh analysis. Mesh analysis നമ്മൾ അപ്ലൈ ചെയ്യുന്ന സർക്യൂട്ടുകളിൽ മെഷ് എന്ന് പറയുന്നത് ഏറ്റവും സ്മോളസ്റ്റ് ലൂപ്പാണ്. ദ ലൂപ്പ് ദാറ്റ് കനോട്ട് ബി ഫർദർ സബ്ഡിവൈഡഡ്. അതാണ് ഒരു മെഷ്. ഇനി നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്ന ലോ ഏതാണ്? കിർച്ചോസ് വോൾട്ടേജ് ലോ ആണ് ഒരു മെഷ് അനാലിസിസിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലോ. ഈ മെഷ് അനാലിസിസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് പ്ലനാർ സർക്യൂട്ടുകളിൽ മാത്രമാണ്. അതായത് ഒരു പ്ലെയിനിൽ വരയ്ക്കുന്ന സർക്യൂട്ടിലെയാണ്, ഒരു പ്ലെയിനിൽ വരയ്ക്കാവുന്നതാണ് പ്ലനാർ സർക്യൂട്ട് എന്ന് പറയുന്നത്. സർക്യൂട്ടുകളിൽ മാത്രമാണ് മെഷ് അനാലിസിസ് ആപ്ലിക്കബിൾ ആയത്. നെക്സ്റ്റ് വൺ ഈസ് സ്റ്റെപ്സ് ഫോർ അപ്ലൈയിങ് അനാലിസിസ്. മെഷ് അനാലിസിസ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ 4 സ്റ്റെപ്പുകളിലായിട്ടാണ് നമ്മളത്. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഐഡന്റിഫൈ ദ ടോട്ടൽ നമ്പർ ഓഫ് മെഷസ്. എത്ര മെഷ് ഉണ്ടെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. അതിനുശേഷം നമ്മൾ മെഷ് കറണ്ട് അസൈൻ ചെയ്യുന്നത് അത് ഫോർ ദ ഈസിനെസ് ഓഫ് കാൽക്കുലേഷൻ മെഷ് കറണ്ട് ഈസ് അസൈൻഡ് ആസ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഓരോ മെഷിലും കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എന്നാണ് നമ്മൾ അസൈൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ അസൈൻ ചെയ്തതിനു ശേഷം അതിലുള്ള റെസിസ്റ്റർ എലമെന്റുകളിൽ നമ്മൾ പൊളാരിറ്റി മാർക്ക് ചെയ്യും. പൊളാരിറ്റി മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കറണ്ട് എൻറ്ററിംഗ് പോയിന്റ് ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ് ആൻഡ് കറണ്ട് ലീവിംഗ് പോയിന്റ് ഈസ് ടേക്കൺ ആസ് നെഗറ്റീവ്. അതിനുശേഷം നമ്മൾ KVL അപ്ലൈ ചെയ്യും. KVL എന്ന് പറയുമ്പോൾ ദ ടോട്ടൽ വോൾട്ടേജ് ഇൻ എ ലൂപ്പ് ഓർ ഇൻ എ മെഷ്, വോൾട്ടേജ് സോഴ്സ് പ്ലസ് വോൾട്ടേജ് ഡിസിപ്പേഷൻ ഈസ് ഈക്വൽ ടു 0. അതാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്ന ലോ. ഇനി അതിനുശേഷം നമുക്ക് KVL അപ്ലൈ ചെയ്തതിനു ശേഷം എത്ര മെഷ് ഉണ്ടോ അത്ര നമ്പർ ഓഫ് ഇക്വേഷൻസ് നമുക്ക് കിട്ടും. ആ ഇക്വേഷൻസ് സോൾവ് ചെയ്ത് നമുക്ക് മെഷ് കറണ്ട് കണ്ടുപിടിക്കാവുന്നതാണ്. മെഷ് അനാലിസിസ് പ്രോബ്ലംസ് പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആകും. ഫസ്റ്റ് എക്സാമ്പിൾ ഒരു സിമ്പിൾ 2 മെഷ് സർക്യൂട്ട് എടുത്തിരിക്കുകയാണ്. ഇവിടെ മെഷ് കറണ്ട് ആണ് ക്വസ്റ്റ്യൻ. നോക്കിക്കേ, നമുക്ക് ഈ നെറ്റ്വർക്കിലേക്ക് സർക്യൂട്ടിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇവിടെ ഏറ്റവും സ്മോൾ മെഷസ് 2 എണ്ണമാണ്. മെഷ് നോക്കിയേ 20 വോൾട്ടിന്റെ ഒരു എലമെന്റ് ഉണ്ട്. അവിടെ പൊളാരിറ്റി ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെയുള്ളത് ഒരു 2 ഓം റെസിസ്റ്റർ ആണ്. ഈ 2 ഓം റെസിസ്റ്റർ ഈ ഫസ്റ്റ് മെഷിൽ മാത്രമാണ് ഷെയർ ചെയ്യുന്നുള്ളൂ. സെക്കൻഡ് മെഷിലേക്ക് ഈ 2 ഓം റെസിസ്റ്റർ ഷെയർ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇതിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I1 കറണ്ട് മാത്രമായിരിക്കും. ഇനി നെക്സ്റ്റ് വൺ അഗെയിൻ ഒരു 2 ഓം റെസിസ്റ്റർ ആണ്. ആ 2 ഓം റെസിസ്റ്റർ ഫസ്റ്റ് നെറ്റ്വർക്കിലും ഫസ്റ്റ് മെഷിലും സെക്കൻഡ് മെഷിലും ഷെയർ ചെയ്യുന്നുണ്ട്. സോ 2 മെഷ് കറണ്ട് ഈ 2 ഓം റെസിസ്റ്ററിൽ കൂടെ ഫ്ലോ ചെയ്യും. പിന്നെയുള്ളത് ഒരു 10 വോൾട്ടേജിന്റെ വോൾട്ടേജ് സോഴ്സ് ആണ്. അതും 2 സർക്യൂട്ടിലും ഷെയർ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് മെഷിലും സെക്കൻഡ് മെഷിലും ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് മെഷ് കറണ്ട് അസൈൻ ചെയ്യണം. നോക്കൂ, 2 മെഷിലും നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറണ്ട് ചെയ്യുന്നതെന്ന് അസൈൻ ചെയ്തു കൊടുത്തു. അതിനുശേഷം ഈ വോൾട്ടേജ് സോഴ്സിൽ തന്നെ നമുക്ക് അതിന്റെ പോസിറ്റീവ് പൊളാരിറ്റി ഏതാണ്, നെഗറ്റീവ് പൊളാരിറ്റി ഏതാണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി എക്സ്ട്രാ അത് മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നെക്സ്റ്റ് വൺ ഈസ് 2 ഓം റെസിസ്റ്റർ. ഈ 2 ഓം റെസിസ്റ്റർ ഈ മെഷ് 1ൽ മാത്രമാണുള്ളത്. അതിന്റെ I1 കറണ്ട് എൻറ്റർ ചെയ്യുന്ന പോയിന്റ് പോസിറ്റീവ് എന്നും ലീവ് ചെയ്യുന്ന പോയിന്റ് നെഗറ്റീവ് എന്നും അസൈൻ ചെയ്തു. അതിനുശേഷം ആ കറണ്ട് ഫ്ലോ ചെയ്ത് ഈ 2 ഓം റെസിസ്റ്ററിലേക്ക് വരും. ഇവിടെ എൻറ്റർ ചെയ്യുന്ന പോയിന്റ് പോസിറ്റീവ്, ലീവ് ചെയ്യുന്ന പോയിന്റ് നെഗറ്റീവ്. പിന്നെയുള്ളത് 10 വോൾട്ടേജ് സോഴ്സ് ആണ്. അതിൻ്റെ അകത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് പൊളാരിറ്റി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. സോ ഇക്വേഷൻ എഴുതുമ്പോൾ നോക്കൂ, 4 എലമെന്റ്സ് ഉള്ള മെഷ് ആണെങ്കിൽ നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോഴും അവിടെ 4 എലമെന്റ്സ് ഉണ്ടാവും. ഫസ്റ്റ് വൺ പോസിറ്റീവ് ആയിട്ടാണോ നെഗറ്റീവ് ആയിട്ടാണോ എടുക്കേണ്ടത് എന്ന് എങ്ങനെയാണ് അറിയുന്നത്? ഈ കറണ്ട് I1 ഈ 20 വോൾട്ടിന്റെ ലോവർ ലിംബിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അപ്പർ ലിംബിലേക്കാണ് പിന്നീട് പോകുന്നത്. അപ്പൊ മൈനസ് ടു പ്ലസ് ആണ് അല്ലെ? കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഈ വോൾട്ടേജ് സോഴ്സിന്റെ മൈനസ് ടു പ്ലസ് എന്ന് പറയുന്ന പൊളാരിറ്റി അനുസരിച്ചാണ്. സോ മൈനസ് കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക് ഫ്ലോ ചെയ്യുകയാണ്. അങ്ങനെയുള്ള കേസിൽ നമ്മൾ എപ്പോഴും പോസിറ്റീവ് ആയിട്ടാണ് എടുക്കുക. അതുകൊണ്ടാണ് ഇവിടെ 20 എന്ന ഇക്വേഷനിൽ പോസിറ്റീവ് ആയി എടുത്തിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് വൺ ഈസ് ദിസ് 2 ഓം റെസിസ്റ്റർ.
ഈ 2 ohm റെസിസ്റ്ററിൽ കൂടെ കറണ്ട് I1 മാത്രമാണ് ഫ്ലോ ചെയ്യുന്നത്. ഇനി അതിന്റെ പൊളാരിറ്റി ഇവിടെ -2I1 എന്ന് എഴുതിയിരിക്കുന്നുണ്ടല്ലോ, അതെങ്ങനെയാണെന്ന് മനസ്സിലായോ? പ്ലസിൽ നിന്ന് മൈനസിലേക്ക്, അതായത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് ഇവിടെ കറണ്ട് ഫ്ലോ വന്നിരിക്കുന്നത്. അവിടെ കുറച്ച് കുറവ് സംഭവിച്ചു, വോൾട്ടേജ് ഡിസിപ്പേഷൻ ആണ് അവിടെ. അപ്പോ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് പോയത് കൊണ്ടാണ് ഇക്വേഷനിൽ നമ്മൾ ഇവിടെ മൈനസ് എടുത്തിരിക്കുന്നത്. സോ only one current is flowing through this 2 ohm resistor, -2I1. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് എലമെന്റ് ഈ 2 ആണ്. ഇത് ഈ സെക്കൻഡ് 2 ohm റെസിസ്റ്റർ ഫസ്റ്റ് സർക്യൂട്ടിലും ഫസ്റ്റ് മെഷിലും സെക്കൻഡ് മെഷിലും ഷെയർ ചെയ്യുന്നത് കൊണ്ട് അത് രണ്ട് കറണ്ട് അതിൽ കൂടെ ഫ്ലോ ചെയ്യുന്നുണ്ട്. നമ്മൾ രണ്ട് കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ when we are considering mesh 1 ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ കറണ്ട് I1 ആണ് വലിയതെന്ന് എടുക്കും. അപ്പോ ടോട്ടൽ കറണ്ട് കാണാൻ വലിയതിൽ നിന്ന് ചെറിയത് കുറയ്ക്കുന്നു, അതാണ് I1 - I2. ഇനി പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് ഇവിടെ കറണ്ട് ഫ്ലോ വന്നിരിക്കുന്നത്, അല്ലെ? I1 കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഇവിടെ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ്, അതുകൊണ്ടാണ് ഇവിടെ മൈനസ് സിമ്പിൾ കൊടുത്തിരിക്കുന്നത്. സോ ദിസ് ഈസ് -2 ഇൻറ്റു വലിയതിൽ നിന്ന് ചെറുത് കുറയ്ക്കുന്നു ടോട്ടൽ കിട്ടാനായിട്ട്, I1 - I2. തേർഡ് എലമെന്റ് കഴിഞ്ഞു. ഇനിയുള്ളത് ഫോർത്ത് എലമെന്റ് ആണ്. ഇവിടെ നോക്കൂ, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് കറണ്ട് I1 ഫ്ലോ ചെയ്തത്. അപ്പോ ഈ 10 എന്ന് പറയുന്ന വാല്യൂ നമ്മൾ -10 എന്നാണ് എടുക്കുന്നത്. കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് വന്നു, അതുകൊണ്ട് ഇത് -10. അപ്പോ ഇക്വേഷൻ വന്നിരിക്കുന്നത് 20 - 2I1 -2 ഇൻറ്റു I1 - I2 -10 = 0. ഇവിടെ വോൾട്ടേജ് തന്നെയാണ് തന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ പിന്നീട് അതിന് I/R എന്നുള്ള ഫോമിലേക്ക് കൊടുക്കുന്നില്ല. ഡയറക്റ്റ് വോൾട്ടേജ് തന്നിരിക്കുന്നതുകൊണ്ട് ആ വോൾട്ടേജ് തന്നെ ഇക്വേഷനിലേക്ക് എടുത്തു. ക്ലിയർ ആണല്ലോ? ഇനി ആ ഇക്വേഷനെ സിംപ്ലിഫൈ ചെയ്ത് 4I1 - 2I2 = 10 എന്ന് കിട്ടുന്നു. സംശയമില്ലല്ലോ, ആ ഇക്വേഷനെ ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്തതാണ്. അവിടെ I1ന്റെ കമ്പോണന്റും I2ന്റെ കമ്പോണന്റും കോൺസ്റ്റന്റ് പാർട്ടുമായിട്ട് ആ ഇക്വേഷൻ. ഇനി സെക്കൻഡ് നോക്കിക്കേ, അവിടെയും 4 എലമെന്റ്സ് ആണുള്ളത്. അവിടെ നമ്മൾ അസൈൻ ചെയ്തിരിക്കുന്ന കറണ്ട് I2 ആണ്. ഈ 4 എലമെന്റ്സിൽ കൂടെ പാസ് ചെയ്യും. അതിൽ ഈ 4 ohm റെസിസ്റ്ററിൽ, രണ്ട് 4 ohm റെസിസ്റ്റേഴ്സിലും എന്തേ ഉള്ളൂ, I2 എന്ന് പറയുന്ന കറണ്ട് മാത്രമേ ഫ്ലോ ചെയ്യുന്നുള്ളൂ. കറണ്ട് എൻ്റർ ചെയ്യുന്നത് പോസിറ്റീവ് നെഗറ്റീവ്. അപ്പൊ -4 × I2 -4 × I2 എന്ന് പറയുന്ന രണ്ട് എലമെന്റ്സ് കിട്ടും. പിന്നെയുള്ളതൊന്ന് വോൾട്ടേജ് സോഴ്സ് ആണ്. ഈ വോൾട്ടേജ് സോഴ്സിനെ കറണ്ട് എങ്ങനെയാണ്, നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ്. അപ്പോ നമ്മൾ അത് +10 ആയിട്ട് എടുക്കണം. പിന്നെയുള്ളത് റെസിസ്റ്റർ ആണ്. 2 ohm റെസിസ്റ്ററിൽ കൂടെ രണ്ട് മെഷിലെയും കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്, I1 ഉം I2 ഉം ഫ്ലോ ചെയ്യുന്നുണ്ട്. നമ്മൾ സെക്കൻഡ് മെഷ് കൺസിഡർ ചെയ്യുമ്പോൾ I2 ആണ് ഗ്രേറ്റർ എന്ന് കൺസിഡർ ചെയ്യും. അപ്പോ ടോട്ടൽ കറണ്ട് എങ്ങനെയാ, ഗ്രേറ്റർ മൈനസ് ലോവർ. അപ്പോ I2 - I1 എന്ന് എടുക്കും. ഇവിടെ സെക്കൻഡ് മെഷിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴും 4 എലമെന്റ്സ് നോക്കി. ഇക്വേഷൻ എങ്ങനെയാണ് കണ്ടോ, 10 - 2 ഇൻറ്റു I2 - I -4I2 -4I2 = 0. അതിനെ സിംപ്ലിഫൈ ചെയ്ത് I1ന്റെയും I2ന്റെയും ഫോമിലേക്ക് ആക്കി. I1ന്റെ ഫോമിൽ -2I1 10I2 = ബാക്കിയുള്ള കോൺസ്റ്റന്റ് 10. ക്ലിയർ ആണല്ലോ? ഈ രണ്ട് ഇക്വേഷൻസ് കിട്ടിയതിനു ശേഷം ഈ ഇക്വേഷൻ നിങ്ങൾ കാൽക്കുലേറ്ററിൽ ഇക്വേഷൻ മോഡിലേക്ക് ഇട്ടിട്ട് നമ്പർ ഓഫ് അൺനോൺസ്, ഇവിടെ നമുക്ക് അറിയില്ലാത്തത് I1 I2 എന്ന് പറയുന്ന രണ്ട് കറണ്ട്സ് ആണ്. നമ്പർ ഓഫ് അൺനോൺസ് 2 എന്ന് കൊടുക്കുക. നമ്പർ ഓഫ് അൺനോൺസ് 2 എന്ന് കൊടുത്തതിന് ശേഷം ഈ ഇക്വേഷൻ രണ്ട് സെക്കൻഡ് ഇക്വേഷനും നമ്മൾ അതിൻ്റെ അകത്ത് കൊടുത്തു കഴിഞ്ഞാൽ I1ന്റെ വാല്യൂ I1 = 3.33 ആംപിയർ എന്നും കറണ്ട് I2ന്റെ നമുക്ക് ഡയറക്ട്ലി കിട്ടും. So hope this example is clear to you. Thank you all.